എന്താണ് ജാവാസ്ക്രിപ്റ്റിൽ IIFE? അതായത് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനൊരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മളത് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെയാണ് വിളിക്കുക. ഇപ്പോൾ ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റും കൊടുക്കും. അപ്പോൾ അതവിടെ പ്രിൻറ്റ് ചെയ്യുകയും ചെയ്തു. ചില കേസുകളിൽ നമുക്ക് ആ ഫംഗ്ഷൻ എഴുതിയാൽ അത് അപ്പം തന്നെ വിളിക്കേണ്ടി വരും. സോ അങ്ങനത്തെ കേസിൽ ഇങ്ങനെ വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഇല്ലാണ്ട് ഇത് മൊത്തത്തിലൊരു ബ്രാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് ഫംഗ്ഷൻ കോൾ വിളിക്കുന്ന പോലെ വിളിക്കാം. എന്തെങ്കിലും ആർഗ്യുമെൻറ്റ് കൊടുക്കാണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ എഴുതിയതും അപ്പം തന്നെ ഈ ഫംഗ്ഷൻ കോളും ചെയ്യുകയാണ്. ഇങ്ങനത്തെ കേസുകൾ നമ്മൾ ഈ ഫംഗ്ഷൻ വേറെ എവിടെ നിന്നും കോൾ ചെയ്യത്തില്ല, നമ്മൾ അവിടെ നിന്ന് ആയിരിക്കും കോൾ ചെയ്യുക. സോ ആ കേസിൽ ഈ ഫംഗ്ഷൻ്റെ പേര് ആവശ്യമില്ല. സോ ഇതിനാണ് IIFE എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ഉപയോഗം വരുന്നത് നമ്മൾ ഫംഗ്ഷന് പുറത്ത് എഴുതിയ ഗ്ലോബൽ വേരിയബിൾ മറ്റേ സ്ക്രിപ്റ്റ് ഫയലിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് കണ്ട, ഇത് ബഗ് ഉണ്ടാക്കും. ഈ ഫയലിലുള്ള വേരിയബിളുകൾ ഈ ഫയലിനകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഉറപ്പ് വരുത്താനാണ് IIFE എഴുതുന്നത്. സോ അങ്ങനത്തെ കേസുകളിൽ നമ്മളിങ്ങനെ IIFE എഴുതും, എന്നിട്ട് ഇതിനകത്ത് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ട് നമ്മുടെ ലോജിക്കുകളൊക്കെ ഇതിനകത്ത് എഴുതും. സോ അങ്ങനെ ആകുമ്പോൾ അപ്പുറത്തെ ഫയലിൽ അത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല.